കോവയ്ക്ക പ്രകൃതിദത്തമായ ഇൻസുലിൻ എന്ന് പറയപ്പെടുന്നു. കോവയ്ക്ക ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകുന്നതിനും വളരെ നല്ലതാണ്. അലർജി, അണുബാധ എന്നീ രോഗങ്ങൾ ഇല്ലാതാക്കാനും കോവയ്ക്ക നല്ല ഒരു ആഹാരമായി ഉപയോഗിക്കാം. ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്ന കോവയ്ക്ക അമിതക്ഷീണം കുറയ്ക്കാനും സഹായിക്കുന്നു. ത്വക്ക് രോഗം, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്ക് പ്രതിവിധിയായും ഹൃദയം, തലച്ചോറ് എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിനും കോവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകുന്നതിനും കോവയ്ക്ക വളരെ നല്ലതാണ്. കോവൽ രണ്ടിനമുണ്ട്. കറിക്ക് ഉപയോഗിക്കുന്ന നാടൻ കോവലും മരുന്നിന് ഉപയോഗിക്കുന്ന കാട്ടുകോവലും. പ്രകൃതിദത്ത ഇൻസുലിനായി ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് കോവയ്ക്ക. കോവയ്ക്കയും കോവലിലയും അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും. കോവലിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. എല്ലാ കാലത്തും കായ്ഫലം തരുന്ന ഒരു സസ്യമാണ് കോവൽ. ഇത് ഒരു പ്രാവശ്യം നട്ടാൽ പല വർഷം വിളവ് നൽകും. പാലൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ കുറവാണ് എങ്കിൽ കോവയ്ക്ക ഭക്ഷണത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കുമെന്ന് പറയപ്പെടുന്നു. കോവൽ ഫോളിക് ആസിഡിൻ്റെ നല്ല സ്രോതസ്സാണ്. ഗർഭിണികൾക്ക് ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇത് സ്ഥിരമായി ഉപയോഗിക്കരുത് എന്ന് കേട്ടിട്ടുണ്ട്. നിത്യോപയോഗം ബുദ്ധിയെ മന്ദീഭവിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു. ഇൻസുലിൻ ഉൽപാദനം കുറയുന്നത് മൂലമുള്ള പ്രമേഹത്തിന് ഏറെ ഗുണം ചെയ്യും ഈ കോവയ്ക്ക. എങ്കിലും നിരന്തരമായ ഉപയോഗം പ്രജ്ഞയെ നശിപ്പിക്കും. അപ്പോൾ കോവൽ നിരന്തരമായി നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. എന്നാൽ കോവലിന് ധാരാളം ഗുണവിശേഷങ്ങളുമുണ്ട്. ഇത് നമുക്ക് പലതരത്തിൽ ഭക്ഷണത്തിനായി പാചകം ചെയ്ത് ഉപയോഗിക്കാം. കോവൽ തോരൻ വയ്ക്കാം, കോവൽ മെഴുക്ക് പുരട്ടി, പിന്നെ കോവൽ തീയലായിട്ട് വയ്ക്കാം. അതുകൂടാതെ കോവൽ ധാരാളമുണ്ട് എങ്കിൽ ചെറുതായി അരിഞ്ഞ് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കഴുകി ഒന്ന് ആവിയിൽ പുഴുങ്ങുക. അതിനുശേഷം ഉണക്കിയെടുത്താൽ നമുക്ക് നല്ല ഒന്നാന്തരം കൊണ്ടാട്ടമായി ഉപയോഗിക്കാവുന്നതാണ്. കോവയ്ക്ക വർഷം മുഴുവനും എപ്പോഴും കായ്ഫലം തരുന്ന ഒരു ചെടിയാണ്, സസ്യമാണ് ഈ കോവൽ. ഇതിൻ്റെ തണ്ടാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു തണ്ട് നട്ടുപിടിപ്പിച്ചാൽ തന്നെ അത് വർഷങ്ങളോളം നിൽക്കുകയും എല്ലാ ദിവസവും ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു മെഴുക്ക് പുരട്ടിക്കോ തോരനോ വേണ്ട കോവൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പക്ഷേ പ്രത്യേകം പറയുന്നു, കോവൽ നിരന്തരമായി എല്ലാ ദിവസവും ഉപയോഗിക്കരുത് എന്ന് പറയപ്പെടുന്നു. അതിന് ചില ദോഷവശങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ കോവൽ ഉപയോഗിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല.